ഷെഫീന ബീഡിക്കുറ്റി എന്ന് പറഞ്ഞ ഈ തള്ളച്ചി മഞ്ജു പിള്ള ചേച്ചിയുടെ മോളെ പറ്റി വളരെ വൃത്തികെട്ട രീതിയിൽ കേൾക്കാൻ ഭയങ്കര അരോചകമായിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഉള്ള കാര്യം പറയാം. പുള്ളിക്കാരിയുടെ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഒന്നും മനസ്സിലായില്ല ഈ തള്ളയുടെ സ്വഭാവം. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ചെയ്ത ഒരു വൃത്തികേടിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞാൻ പബ്ലിക്കിലേക്ക് വന്ന് പറഞ്ഞത്. നീ ഇതെന്തുവാ പറയുന്നത്? എന്റെ ഉമ്മയുടെ പ്രായമുള്ളതുകൊണ്ട് ഞാൻ നിന്റെ ഉമ്മുമ്മാക്ക് വിളിക്കുന്നില്ല. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? വൃത്തികേടെന്ന് പറയുന്ന ഒരു ഫോട്ടോഷൂട്ട് കണ്ട് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ ലോകത്ത് നടക്കുന്ന എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലാതായിപ്പോയോ? ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലേ, കളിത്തോക്കൊന്നും അല്ലല്ലോ. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കാന്ന് വെച്ചത്. പിന്നല്ലാതെ ഊമ്പിത്തരം പറയുമ്പോൾ നമ്മളെല്ലാരും അങ്ങ് സപ്പോർട്ട് ചെയ്ത് തരാം. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ, തീർത്തു തരാം. മകൾക്ക് തുണിയൂരി കാണിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് തുണിയൂരി കാണിക്കലാണെന്നോ, എന്റെ മകളോ എന്റെ കുടുംബത്തിലുള്ളതോ എന്റെ ചുറ്റുമുള്ളവരോ വേറൊരു പെൺകുട്ടിയും അവളെ മാതൃകയാക്കരുതെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷിപ്തമാണ്. എനിക്കത് പറയാനുള്ള ഇതുണ്ട്. മനുഷ്യനായ സാമാന്യ ബോധം വേണം. എന്തുവാ പറഞ്ഞു വെച്ചേക്കുന്നത്? ആദ്യത്തെ വീഡിയോയില് വളരെ വൃത്തികെട്ട രീതിയിൽ വെറും മോശമായിട്ട് ഒരു പെണ്ണിനെ ചിത്രീകരിച്ച് ആമ്പിള്ളരെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തടി, ആമ്പിള്ളർ അത് ചെയ്യട്ടെ, ആമ്പിള്ളർ ഇത് ചെയ്യട്ടെ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായ എന്റെ അമ്മ മനസ്സാണ്, ആ ദേഷ്യമാണ് വല്ലാണ്ട് ബ്ലാസ്റ്റായി നിങ്ങൾ കേട്ടെ. അമ്മ മനസ്സ് കാണിച്ചെന്നേ പറയുന്നതാണ് മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല. അവിടെ കാണാൻ നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങൾ, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങൾ. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. കണ്ടവന്മാരെ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോ? ഓടി പോയി ഏതൊക്കെ ബസ്സിൽ കയറിയില്ലടി, ഏതൊക്കെ പോകുന്ന വരുന്ന എല്ലാവരോടും പറ, എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാ. നമ്മളെന്തുവാ പിടിക്കാൻ പറയുമ്പോ പോയി പിടിക്കാൻ വേണ്ടി നമ്മളാരും നിന്റെ റോബോട്ടാ? ആൺകുട്ടികൾ പിടിക്കട്ടെ, തടവട്ടെ. വെറുതെ വന്ന് നീ നിന്നാ പോലും നമുക്ക് തോന്നൂല. അത് പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഇപ്പൊ നമ്മുടെ പേസിന്റെ ഇതൊക്കെ കൊണ്ടിട്ട് ഞാൻ തീരെ ചെറുപ്പമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നല്ല വയസ്സുള്ള ഒരു സ്ത്രീയാണ്. മൂത്ത് നരച്ച് ഡൈ അടിച്ചു വെച്ചിട്ട് പറയണേ ഞാൻ അത്ര ചെറുപ്പക്കാരിയൊന്നുമല്ല, കുറച്ച് പ്രായമുണ്ടെന്ന്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഇത് നമുക്ക് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളോ ചേച്ചി? അല്ല അല്ല, എനിക്കൊരു മൂത്തപ്പാട മോനുണ്ടായിരുന്നേ, പുള്ളിക്കാരൻ മൂത്ത് കിടക്കുക, കല്യാണം കഴിക്കാതെ വേണമെങ്കിൽ കെട്ടിച്ചേരാം. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. തള്ളച്ചി, ഞാൻ ഈ വീഡിയോയുടെ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് തള്ള 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 തള്ളേന്ന്. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.